ഹലോ ഹായ് നമസ്കാരം. സഹകാരി എക്സ്പ്രസിന്റെ മറ്റൊരു SCRT സീരീസിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരെ ക്ലാസ്സിലോട്ട് പോവാം. നോക്കിയടാ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞതാണ്. ബാക്കിയോട് നോക്കാം. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും ആ രാജ്യം അവരുടേതാണെന്ന് തോന്നുകയും വേണം. ഉച്ചനീചത്വങ്ങളില്ലാത്ത എല്ലാ സമുദായക്കാർക്കും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ തന്നെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കോട്ടാണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് ഇത് കണ്ടോ, ഇത് ഇത്രയും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സിൻ്റെയും അല്ലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോട്ട് SCRTയിൽ കാണാൻ കഴിയും. അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ തൊട്ടുകൂടായ്മയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ഇത് ആരുടെ കോട്ടാണ്? മഹാത്മാഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്യങ്ങളാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിക്കുക. നോക്കിയടാ, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങളാണ് ഉൾക്കൊള്ളണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത്? ഏതൊക്കെയാണ്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവയൊക്കെയാണ്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കറിയാം ഭരണഘടനയും ഭരണഘടന വഴികാട്ടിയാണ് ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ കാണാൻ കഴിയും ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സ്വപ്നം. നമുക്കറിയാം നമ്മൾ ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്ന് വരെ 1947 ഓഗസ്റ്റ് 15 മുൻപ് വരെ. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രമാക്കപ്പെട്ടതല്ലേ. ഇവിടെ നോക്കിയടാ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏത്? 1857 1ാം സ്വാതന്ത്ര്യ സമരം. പോയിന്റ് 1 എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതെന്ന് ചോദിച്ചാൽ പറയണ എന്ത്? 1857 1ാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ സിപായി ലഹള എന്നറിയപ്പെടുന്ന 1ാം സ്വാതന്ത്ര്യ സമരം. ഇതിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ സമരത്തിൽ പങ്കാളികളായി. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരുന്നു? ജാതിയും മതവും കൊണ്ട് പല വിഭാഗങ്ങളായി ജീവിക്കുന്ന യാതൊരു ഒത്തൊരുമയില്ലാത്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോഴാണ് വിദേശ ശക്തികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമുക്കൊരു തോന്നലുണ്ടാവുന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇവരെ പുറത്താക്കാൻ കഴിയൂ. അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണമായത് ആരെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ആരാണ്? ബ്രിട്ടീഷ് ഭരണമാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ ബഹുജന സമരം, കൂടാതെ ആദ്യത്തെ ബഹുജന സമരവും. അതിൽ ആരൊക്കെ പങ്കെടുത്തു? സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗക്കാർ പങ്കെടുത്തു. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയ അല്ലെങ്കിൽ ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയ ബോധം, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ മുസ്ലിങ്ങളല്ല, നമ്മൾ ഹിന്ദുക്കളല്ല, നമ്മൾ ക്രിസ്ത്യാനികളല്ല, നമ്മൾ സിഖുകാരല്ല, നമ്മൾ ആരാണ്? ദേശീയ ബോധം ഉള്ള ഇന്ത്യക്കാരാണ്. അല്ലെങ്കിൽ ദേശീയ ബോധം വളർത്തുന്നതിന് സഹായമായ ഒരു ഘടന അല്ലെങ്കിൽ സഹായമായ ഒരു വിപ്ലവം എന്ന് ചോദിച്ചാൽ 1857 1ാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, നോക്കിയടാ, ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി എന്ന് പറഞ്ഞു. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ ആധിപത്യത്തിനെതിരെ ആരൊക്കെ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങിങ്ങായിട്ട് പ്രാദേശികമായിട്ട് മാത്രം എന്ത് ചെയ്തു? ചില സംഘടനകൾ രൂപം കൊണ്ടു. ഇവരെ പുറത്താക്കണം എന്നുള്ള ചിന്താഗതിയിൽ കുറച്ച് സംഘടനകൾ രൂപം കൊണ്ടു. അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ എന്നിവ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഈ ദേശീയ ബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രാദേശികമായിട്ട് ചില സംഘടനകൾ രൂപപ്പെട്ടു. ആ സംഘടനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ. അപ്പോൾ ഇങ്ങനെ പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകൾ രൂപപ്പെട്ടു.
പ്രാദേശികമായി മാത്രം നിലനിന്ന് വരുന്ന സംഘടനകളാണ്. അത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയായിരിക്കും. പക്ഷേ ഈ പ്രാദേശിക സ്വഭാവത്തിനപ്പുറം ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടാനും അല്ലെങ്കിൽ ഈ പ്രാദേശിക സംഘടനകളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒറ്റ സംഘടന, അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒറ്റ സംഘടന രൂപീകരിച്ചു. ആ സംഘടനയാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ്? പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായിട്ട് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടനയാണ് 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതോടെ എന്ത് സംഭവിച്ചു? ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം രൂപം കൊണ്ടു. നമുക്കറിയാം എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും മദ്രാസ് നേറ്റീവ് അസോസിയേഷനും ഒക്കെ പ്രാദേശികമായിട്ട് മാത്രം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടിയിരുന്ന സംഘടനയാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഒരു സംഘടന വന്നപ്പോൾ അതെന്ത് ചെയ്തു? കുറച്ചുകൂടി സംഘടിതമായിട്ട് നിലകൊള്ളാൻ തുടങ്ങി. ഇവിടെ നമുക്ക് കാണാം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പിന്നെന്താണ്? ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയായിരുന്നു ഈ സംഘടനയുടെ പ്രത്യേകതകൾ. എന്തൊക്കെ പറഞ്ഞു? INCയുടെ പ്രത്യേകതകൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെന്താണ്? ദേശീയ ബോധം വളർത്തിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞു. ഇനി പറയുന്നു വിദേശ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല, പിന്നെന്താണ്? സാമൂഹിക രാഷ്ട്രീയ ജീവിതം, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നതും നമ്മുടെ INCയുടെ ലക്ഷ്യമായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഇന്ത്യക്കൊരു ഏകത്വം നിലയിൽ വന്നു. പല ജാതി, പല മതവിഭാഗങ്ങളിൽ പല ഐത്തമ്പുള്ള അനവധി അന്ധവിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഇന്ത്യയിൽ ഒരു സംഘടിതമാനം അല്ലെങ്കിൽ ഒരു ദേശീയ ബോധം വന്നത് ഏതിലൂടെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. അത് ആർക്കെതിരെ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ. അങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു സംഘടന രൂപപ്പെട്ടു. അതായിരുന്നു ഏത്? INC. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? വിദേശ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും ആരുടെ ലക്ഷ്യമായിരുന്നു? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇവിടെ നോക്കടാ, INC എന്ന് പറയുന്ന സംഘടന ഉണ്ട്. INC എന്ന സംഘടനയിൽ ഒരുപാട് പേരുണ്ട്. ദേശീയ തലത്തിലുള്ള സംഘടനയാണ്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും അതിൻ്റെ അകത്തുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് രണ്ട് സംഘടനകൾ അവിടെ രൂപം കൊള്ളുന്നു. അതാണ് ഏത്? മിതവാദവും തീവ്രവാദവും. മിതവാദികളും തീവ്രവാദികളും, അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എങ്ങനെ മിതമായ രീതിയിൽ, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ വളരെ സാവധാനത്തിൽ വളരെ സൗമ്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്ന് കരുതുന്ന ചില സംഘടനയും, അതേപോലെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഹിംസയിൽ ഊന്നിക്കൊണ്ട് അവരെ ഇവിടുന്ന് അടിച്ചൊട്ടിക്കണം എന്ന ചിന്തയുമായിട്ട് വേറൊരു സംഘടന, അതാണ് തീവ്ര ദേശീയവാദികളും. അങ്ങനെ രണ്ട് സംഘടനകൾ രൂപീകരിച്ചു. ഏതിൽ തന്നെ? INCക്കുള്ളിൽ തന്നെ രണ്ട് ദേശീയവാദം ഉയർന്നു വന്നു. ഏതൊക്കെയാണ്? മിതവാദവും ദേശീയവാദം, തീവ്ര ദേശീയവാദവും. ഓക്കെ, അപ്പോൾ എന്താണ്? സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാനങ്ങളും ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ള ബേസിക് കൺസെപ്റ്റ് തന്നെയായിരുന്നു ഈ രണ്ട് സംഘടനകൾക്കും ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കിയടാ, ഇവിടെ ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ബഹുജന സ്വഭാവം വന്നത്. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു, ഗാന്ധിജി ആർക്ക് വേണ്ടി? പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്ന് നിൽക്കുന്ന എല്ലാവരെയും മേലെ തട്ടിലോട്ട് കൊണ്ടുവരാനും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുവാനും വേണ്ടി കുറേയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ പുള്ളിയോടൊപ്പം, അതായത് ഗാന്ധിജിയോടൊപ്പം തന്നെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരും കൂടി ചേർന്നു, അതേ സെയിം ചിന്താഗതിയുള്ള ആൾക്കാരും കൂടി ചേർന്നു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അതിനെന്ത്? ഒരു ബഹുജന സ്വഭാവം കൈവന്നു. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. എന്താണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം.
ഓക്കെ, അപ്പൊ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ അടിത്തറയാകേണ്ടതാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അപ്പൊ എന്താണ് പറയുന്നത്? ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും നമ്മുടെ ഭരണഘടനയിൽ അടിത്തറയാകണം എന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ഓക്കെ, ഇത്രയും പോയിന്റുകൾ പറഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇതെല്ലാം SCERT-ൽ വളരെ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുള്ള പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിയിട്ട് ഭരണഘടനയുടെ മുൻഗാമി. നമുക്കറിയാം ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ആണെന്ന് നമുക്കറിയാം. അതിനു മുൻപ് വരെ നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുസരിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് പഠിച്ചു വരാം. നോക്കിയാടാ, ഇവിടെ ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് വരെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം ഫോളോ ചെയ്ത് പോന്നിരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഭരണഘടന നിലവിൽ നിന്നാണ് 1950 ജനുവരി 26. അതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഭരണഘടനയിലെ നിയമസംഹിത ഏതായിരുന്നു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ആണെന്ന് പറഞ്ഞു. അന്ന് നിലവിൽ വന്ന ഭരണഘടന എങ്ങനെയാ? പല ആശയങ്ങളും വ്യവസ്ഥകളും ഏത് നിയമത്തിൽ നിന്ന്? ഈ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന് മുന്നേ വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന നിയമസംഹിത. പക്ഷേ 1950 ജനുവരി 26 ശേഷം നമുക്കൊരു ഭരണഘടന ഉണ്ടായതിനു ശേഷവും ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും ഏതിലുള്ളതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുത്തിയ കുറേ വിഷയങ്ങൾ നമ്മളെ നിലവിലുള്ള ഭരണഘടനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സ്വഭാവവും അല്ലെങ്കിൽ സംസ്കാരവും എല്ലാം ചേർത്തുകൊണ്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മളുടേതായിട്ട് നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോഴും ആ വ്യവസ്ഥകൾ പരിഗണിച്ചിട്ടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പല കാര്യങ്ങളും നമ്മുടെ നിലവിലുള്ള ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് പല വ്യവസ്ഥകളും നിലവിലുള്ള ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, ഇടത്ത് നോക്കിയടാ, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതിലെ ചില സവിശേഷതകളാണ് പറയുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെടാ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. അടുത്ത് പറയുന്നു 321 ഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും PSC ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ PSCക്ക് ഇതേപോലെ ബോക്സുകളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതേപോലെ ബോക്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത് പറയുന്നു കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ട്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളാണ് ഉള്ളത്. അടുത്ത് പറയുന്നു ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ. ദുർബല വിഭാഗങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, ഈ 3 പേർക്കും പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാണെന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അതെങ്ങനെ? ഇത് പഠിച്ചിട്ട് പോയാൽ മാത്രം. എന്താണ്? ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. പിന്നെന്താണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് പ്രത്യേകമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിരുന്നു. ഇതൊക്കെയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള സവിശേഷതകൾ. ഓക്കെ, ഇതെന്തായാലും ഈ 5 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഏതൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, പിന്നെന്താണ്? കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമായിട്ട് പ്രത്യേക അധികാര വിഭജനം. പിന്നെ പറയുന്നു 321 ഭാഗങ്ങളും 10 പട്ടികകളും. അടുത്ത് പറയുന്നു ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക മണ്ഡലങ്ങൾ. ഓക്കെ, 5 പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നോക്കിയടാ, ഭരണഘടനാ നിർമ്മാണം. നമുക്കറിയാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പല വ്യവസ്ഥകളും നമ്മൾ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ
പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു എന്ത്? സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യക്ക് ഒരു നിയമസംഹിത. 1946 ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ എന്ത് നിർദ്ദേശിച്ചു? ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ ഒരു നിയമനിർമ്മാണ അല്ലെ നിയമസംഹിത ഉണ്ടായിരിക്കണം. അങ്ങനെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിൻ്റെ സവിശേഷതകൾ താഴെ പറയുന്നുണ്ട്. ആദ്യ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-ന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്നാണ് 3 ദിവസം കഴിഞ്ഞ് രൂപീകരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം. ആദ്യ സമ്മേളനം കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായെന്നാണ് 1946 ഡിസംബർ 11. ഓക്കെ അല്ലേ? ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണെന്നുള്ള ഡേറ്റ് ഉണ്ട്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ് 1949 നവംബർ 26. ഈ ഡേറ്റ് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് എന്തിലുള്ളതാണ്? പ്രിയാമ്പിൾ നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26. 1946 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയെ അംഗീകരിച്ച ദിവസം. ഓക്കെ, എന്നാണ് 1949 നവംബർ 26. പക്ഷെ നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 1950 അടുത്ത വർഷം ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അംഗീകരിച്ചത് എന്നാണ്? 49 നവംബർ 26-നാണെങ്കിൽ നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്ന് മുതലാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 300-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ കുറേ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രധാന കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ കാലയളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര? 2 വർഷം 11 മാസം 17 ദിവസം അല്ലെങ്കിൽ 18 ദിവസം എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര? 2 വർഷം 11 മാസം 17 അല്ലെങ്കിൽ 18 ദിവസം കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിച്ചത്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയടാ, കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ട് നമ്മുടെ ഭരണഘടന ശില്പിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകൾ ഒന്നാവണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ആര്? ഡോക്ടർ BR അംബേദ്കർ. എത്ര? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടന രൂപീകരിച്ചത്. എത്ര രാജ്യം? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയും മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് എന്ത് ചെയ്തു? സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് വിദേശ ഭരണഘടനകളിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇവിടെ നിന്ന് മനസ്സിലാക്കണം, 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ബൃഹത്തായ ഭരണഘടന ഏതാണ്? ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് പറഞ്ഞു 1950 ജനുവരി 26-നാണ്. നമ്മുടെ ഭരണഘടനയിൽ എത്ര? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് അന്നുണ്ടായിരുന്നത്. അതായത് 1950 ജനുവരി 26-നുണ്ടായിരുന്നത് 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. എന്നാൽ ഇന്നോ 25 ഭാഗങ്ങൾ 470+ അനുച്ഛേദങ്ങൾ 12 പട്ടികകളാണ് നിലവിലുള്ളത്. നിലവിലുള്ള എത്രയാണ്? 25 ഭാഗങ്ങൾ 470 അനുച്ഛേദങ്ങളും 8 പട്ടികയുമാണ് ഇന്ന് നിലവിലുള്ള ഭരണഘടനയിൽ ഉള്ളത്. അന്ന് എത്രയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര? 22 ഭാഗങ്ങൾ 395 അനുച്ഛേദങ്ങൾ 8 പട്ടികകളാണ് അന്നുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറഞ്ഞിട്ടുണ്ട് പാർലമെന്ററി ജനാധിപത്യ ഭരണം.
പാർലമെന്ററി ജനാധിപത്യ ഭരണം. എന്താണ് പാർലമെന്ററി ജനാധിപത്യം? പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവിടെ രാഷ്ട്രപതി ഉണ്ടാവും, ലോകസഭ, രാജ്യസഭ, ഇതെല്ലാം ചേർന്നതാണ് പാർലമെന്റ് അല്ലേ? ഇവിടെ പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ആ ഭരണാധികാരികളെ നിയമിക്കുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യം. അതിന് നമ്മുടെ പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുന്നു. ആ നിയമം നിർമ്മിക്കുമ്പോൾ അത് ഭരണകക്ഷികളുടെ മാത്രം അഭിപ്രായത്തിലൂന്നിയ ഒരു നിയമമായിരിക്കും. അങ്ങനെ നിയമം നിർമ്മിച്ചാൽ അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള ഒന്നാണോ എന്ന് കണ്ട് അതിനെ വിമർശിക്കാനും അത് തടയാനും വേണ്ടിയിട്ട് അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്തു? ആ ഭരണാധികാരികളെ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനമാണ് എന്ത്? പാർലമെന്ററി ജനാധിപത്യ ഭരണം. അടുത്ത് നോക്കുന്നു ജനങ്ങളുടെ പരമാധികാരം. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പരമാധികാരം? പരമമായിട്ടുള്ള അധികാരം. അതായത് നമ്മുടെ ഇന്ത്യയിൽ പരമമായിട്ടുള്ള അധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ പരമാധികാരം. അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നതാണ് ജനങ്ങളുടെ പരമാധികാരം. എല്ലാത്തിനുള്ള അധികാരം ജനങ്ങൾക്കാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതയാണ്. പരമാധികാരം ജനങ്ങൾക്ക്. അടുത്ത് പറയുന്നു മൗലിക അവകാശങ്ങൾ. എന്താണ് മൗലികാവകാശങ്ങൾക്ക് എന്ന് നമുക്കറിയാം. എന്താണ്? നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രം നമുക്ക് തരേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ ഉൾപ്പെടുന്നത് എന്തിലാണ്? മൗലിക അവകാശങ്ങളിലാണ്. നമുക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട കുറേ കാര്യങ്ങൾ രാഷ്ട്രം എഴുതി വെച്ചിട്ടുണ്ട്. അതാണെന്ത്? മൗലിക അവകാശങ്ങൾ. എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണെന്ത്? മൗലിക അവകാശങ്ങൾ. അടുത്ത് പറയുന്നു മൗലിക കടമകൾ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങൾ. നമുക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ, അവിടെ അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. എന്നാൽ നമ്മൾ നേരെ തിരിച്ച്, അതായത് നമ്മൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടും ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എഴുതി വച്ചിരിക്കുന്നത് ഏതിലാണ്? മൗലിക കടമകളിലാണ്. അതായത് നമ്മുടെ കടമയാണ്. നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അതും എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. എന്താണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഏത്? മൗലിക കടമകൾ. അടുത്ത് പറയുന്നു മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? നമ്മൾ ജീവിക്കുന്നത് ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ്. അവിടെ എന്താണ്? ചില അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ അല്ല, രാഷ്ട്രത്തിൻ്റെയാണ്. അതായത് ഒരു സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രത്തിനോട് പറയുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്ത് പറയുന്നു നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്ത് താമസിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടണം. അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കപ്പെടാൻ കഴിയണം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ഒരു നിയമവാഴ്ച ഉണ്ടാവുന്നത്. അതായത് എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഓക്കെ, എല്ലാവർക്കും നിയമം ഒരുപോലെ പാലിക്കപ്പെടണം. അതാണ് നിയമവാഴ്ച. അടുത്ത് പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമുക്കറിയാം ഈ ഇടയ്ക്ക് നമുക്കിവിടെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വോട്ട് കടന്നു. 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയും. നമുക്കറിയാം 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയും. അതിനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെയും പറയുന്നത്. നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു പൗരന് ഉണ്ട്. അതാണ് പറയുന്നത്. എത്രയാണ് ആ പ്രായം? 18 വയസ്സാണ്. അടുത്ത് പറയുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമുക്കറിയാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലേ? കോടതികൾ. എന്തിനാണ് കോടതികൾ നിലകൊള്ളുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം എന്തിനാണ്? ജനങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിനും ജനങ്ങളുടെ ക്രമസമാധാനപരമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ലംഘിക്കപ്പെടുമ്പോൾ അവിടെ ആരിടപെടും? നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇടപെടുകയും അത് ജനങ്ങൾക്ക് വേണ്ടി മാറ്റപ്പെടുകയും ചെയ്യുന്നു. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഒരു നിയമം നിർമ്മിക്കുന്നു, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കുന്ന നിയമം ഭരണഘടനയ്ക്ക് അതീതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? നീതിന്യായ വ്യവസ്ഥയാണ്, കോടതിയാണ്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കപ്പെട്ട നിയമം ജനങ്ങൾക്കും ഭരണഘടനയ്ക്കും ദോഷമുണ്ടാക്കുന്നതാണെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള അധികാരം സ്വതന്ത്രമാക്കപ്പെട്ട അല്ലെങ്കിൽ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്ത് പറയുന്നു ഫെഡറലിസം. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്
പൂർണ്ണമായിട്ടും ഒരു ഫെഡറലിസം അല്ല, അതിന് പറയുന്ന പേര് ക്വാസി ഫെഡറലിസം എന്നാണ്. എന്താണ് ക്വാസി ഫെഡറലിസം? എന്താണ് ക്വാസി ഫെഡറലിസം? നമ്മുടെ അധികാരം എന്ത് ചെയ്തു? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വിഭജിച്ചു കൊടുക്കുന്നു. പക്ഷേ എന്നാലും ആ വിഭജിക്കുന്നതിനിടയിൽ ഒരു പരമമായിട്ടുള്ള അധികാരം ആർക്ക് കൊടുക്കും? കേന്ദ്രത്തിന് കൊടുക്കും. അതായത് അധികാര വിഭജനത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും? കേന്ദ്രമായിരിക്കും. അതാണ് ക്വാസി ഫെഡറലിസം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഏകപൗരത്വം. എന്താണ് ഏകപൗരത്വം? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിലെ പൗരത്വം മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. ഇരട്ട പൗരത്വം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അതേസമയം മറ്റൊരു പൗരത്വം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഏകപൗരത്വം. ഓക്കെ, ഇവിടെ അടുത്ത് പറയുന്നത് നിയമങ്ങളുടെ ഉറവിടം. എന്താണ്? ഇവിടെ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഒരുപാട് നിയമങ്ങൾ ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഒരു നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ചില ആവശ്യങ്ങൾ ഖനിക്കാതിരിക്കാൻ വേണ്ടി കുറേ നിയമങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളുടെ ഉറവിടം ഏതാണ്? നമ്മുടെ ഭരണഘടന തന്നെയാണ്. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അങ്ങനെ നിർമ്മിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? കോടതി അതിനെ എതിർക്കും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം നിർമ്മിക്കുമ്പോൾ നമ്മുടെ കോടതിയെ അല്ലെങ്കിൽ ഭരണഘടനയെ എന്ത് ചെയ്യണം? അടിസ്ഥാനമാക്കി വേണം ഏതൊരു നിയമവും നിർമ്മിക്കാൻ. അപ്പോൾ സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ആര് നിർവചിക്കണം? ഭരണഘടന നിർവചിക്കണം. ഈ നിയമത്തിലെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമസ്ഥാനമാണ് ആർക്കുള്ളത്? ഭരണഘടനയ്ക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സ്രോതസ് എവിടെ നിന്നായിരിക്കണം? ഭരണഘടനയിൽ നിന്നായിരിക്കണം. ആ ഭരണഘടനയിൽ നിന്നല്ലാതെ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് ഒരിക്കലും നിലനിൽക്കില്ല. അത് ഭരണഘടനയ്ക്ക് അതീതമാണ് എന്നാണ് പറയുന്നത്. നോക്കിയടാ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 അല്ലെങ്കിൽ പോക്സോ ആക്ട് 2012. എന്താണ്? ഇവിടെ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതായത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും നമ്മൾ കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിക്രമങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ആക്ട് എന്ന് വെച്ചാൽ പോക്സോ ആക്ട് 2012. എന്താണ് പറയുന്നത്? ഭയരഹിതവും സുരക്ഷിതവുമായ സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും ഒരു LD ലെവൽ എക്സാമിനൊക്കെ ഉറപ്പായിട്ട് ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ് പറയുന്നത്? അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടുത്താനും ശ്രദ്ധ പുലർത്തണം. അതായത് ഒരു കുട്ടി, ഇന്നൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു അതിക്രമം ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ? അവിടുത്തെ അധ്യാപികൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ കുറ്റം ആർക്ക് പോകും? അധ്യാപകന് സഹിതം അതിൽ കുറ്റവാളിയാകും. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരമാണ്. ആർക്കാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസിലോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരെ എന്തെന്ന് വിളിക്കാം? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്ന് വിളിക്കാം. ഓക്കെ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന് 44-ാം വകുപ്പ് പ്രകാരം എന്താണ്? ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോക്സോ ആക്റ്റും വകുപ്പ് 19 എന്താണെന്നും പറഞ്ഞു. എന്താണ്? നമ്മുടെ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരം? 19 വകുപ്പ് പ്രകാരമാണ്. അടുത്ത് പറയുന്നു ഭരണഘടനയുടെ ധർമ്മങ്ങൾ. എന്താണ് പറയുന്നത്? ഓരോന്നായിട്ട് നോക്കാം. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് പല വ്യത്യസ്ത അഭിപ്രായങ്ങളും പല സംസ്കാരത്തിൽ നിന്നവരാണ്. എന്നാലും നമ്മൾ എങ്ങനെയാണ്? എല്ലാവരും ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കപ്പെടുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അടുത്ത് പറയുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു. അതെന്താണ്? ഒരു ഭരണഘടനയുടെ ധർമ്മമാണ്. എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. നോക്കിയടാ, ഇവിടെ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കപ്പെടേണ്ടത് ഭരണഘടനയുടെ ധർമ്മമാണ്. അടുത്ത് പറയുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്ന് പറയുന്നത് ആരാണ്?
ഭരണഘടനയാണ്. അടുത്ത് പറഞ്ഞു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നത് ഏതിലൂടെയാണ്? ഭരണഘടനയിലൂടെയാണ്. ഇവിടെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്നതും ഭരണഘടനയാണ്. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നതും നമ്മുടെ ഭരണഘടനയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. എന്താണ് പറയുന്നത്? 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നു. ഒന്നാമത്തെ ഭേദഗതി. നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തു? കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വന്ന ആദ്യ മാറ്റമാണ് ഭേദഗതി 1 1951. പട്ടികകളുടെ എണ്ണം 8 നിന്ന് 9 മാറി. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാം. പട്ടികകളുടെ എണ്ണം 8 നിന്ന് 9 ഭേദഗതി. ഒന്നാം ഭേദഗതി വർഷം 1951. അടുത്ത് നോക്കിയടാ, അടുത്ത ഭേദഗതി 42ാം ഭേദഗതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതി ഏതാണ്? 1976 നിലവിൽ വന്നു. എന്താണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം ഈ 42ാം ഭേദഗതിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോർഷനാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി പ്രകാരം 1976 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. 42 കഴിഞ്ഞു. അടുത്ത 44ാം ഭേദഗതി. എന്താണ് 44ാം ഭേദഗതി പറയുന്നത്? 44ാം ഭേദഗതി എന്ന് 1978 1978 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതെയായി. നമുക്കറിയാം, മൗലികാവകാശം നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അതായത് സ്വത്തിൻ്റെ അവകാശം ഒരു മൗലിക അവകാശമായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ അത് എടുത്തു കളഞ്ഞ ഭേദഗതി 44. അടുത്ത് പറയുന്നു ഭേദഗതി 73ഉം 74ാം ഭേദഗതി. അത് വന്നത് ഏത് വർഷം തന്നെയാണ്? 1992 തന്നെയാണ്. എന്താണ് അതിൽ പറയുന്നത്? പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നത് 1992 ഭേദഗതി 73, 74 ഭേദഗതിയിലൂടെയാണ്. അടുത്ത ഭേദഗതി 86. അതേപോലെ തന്നെ ഈ ഭേദഗതികളെല്ലാം പോലെ തന്നെ ഓക്കെ, ഇതൊന്നും വലുതായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2002 നിലവിൽ വന്ന 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഭേദഗതി 86 മറ്റൊരു പ്രധാന വസ്തുത. 2002 എന്ത് ചെയ്തു? വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറി. അടുത്ത ഭേദഗതി 101 പ്രകാരം 2016 നിലവിൽ വന്നു. എന്താണ്? GST, ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. നമ്മുടെ നികുതികളെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് GST നിലവിൽ വന്നതെന്നാണ് 2016 ഭേദഗതി 101 പ്രകാരം. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഭേദഗതി ഏതാണ്? അവസാനമായിട്ടുണ്ടായ ഭേദഗതിയാണ്. നമ്മുടെ നിയമസഭകളിലും നമ്മുടെ ലോകസഭയിലും എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം നിലവിൽ വന്ന ഭേദഗതിയാണ് അവസാനമായിട്ട് നമുക്ക് വന്ന ഭേദഗതി. ഓക്കെ, ഇവിടെ നോക്കിയിട്ട് 1970 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടു? ഏതൊക്കെയാണ്? 76 നിലവിൽ വന്ന ഭേദഗതി പ്രകാരം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 76 പ്രകാരം ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവയാണ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇവിടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു. എത്ര വട്ടം പറഞ്ഞു? ഒരുപാട് വട്ടം പറഞ്ഞു. 50 ജനുവരി 26. അടുത്ത് ചോദിക്കുന്നു, ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത് വർഷം? എന്താണ്? 8 പട്ടിക എന്തായിട്ട് മാറി? 9 പട്ടികയായിട്ട് മാറി. വർഷം 1981. അടുത്ത് പറയുന്നു രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായിട്ട് നിലനിന്നു? എത്ര വർഷം നിന്നു? 1950 മുതൽ 1978 വരെ നിലവിൽ നിന്നു. അടുത്ത് നോക്കിയടാ, ഇവിടെ രാജ്യത്ത് അത് പറഞ്ഞു വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശം ആണ് എന്ന് മുതൽ 2002 മുതലാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറിയത്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തു? എത്ര തവണ ചെയ്തു? 106 തവണയാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തത്. ഇവിടെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയ എന്ന് പറയപ്പെടുന്നു ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന വിശദീകരിക്കുന്നുണ്ട്. 368ാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഇവിടെ പാർലമെന്റിനാണുള്ളത്. ഇതെല്ലാം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 368ാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അതായത് നമ്മുടെ അടിസ്ഥാന ഘടന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും 368ാം വകുപ്പ് പ്രകാരം പറയുന്നുണ്ട്. അതാണ് പറയുന്നത് അടിത്തറ ഇളക്കരുത്, അടിസ്ഥാന ഘടന
ഓക്കെ, 1973 കാസർഗോഡ് എടനീർ മഠത്തിലെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഓക്കെ, അപ്പോൾ 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് എന്ത് പറഞ്ഞത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി 2002 അല്ലേ? ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ആർട്ടിക്കിൾ ഏത്? 21A. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ എങ്ങനെയുള്ള വിദ്യാഭ്യാസം? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭേദഗതി 2002 86 ഭേദഗതി വകുപ്പ് 21A. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത് 2009 ഓഗസ്റ്റ് 4. നമ്മൾ നേരത്തെ പറഞ്ഞു 42 ഭേദഗതി എന്താണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതി പ്രകാരമാണെന്ന് പറയുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? ആ ഭരണഘടനയുടെ പേരാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കപ്പെട്ടത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിൽ വരുത്തിയിരുന്നു. സുപ്രധാന നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി എന്തെന്നറിയപ്പെടുന്നു? ചെറു ഭരണഘടന ഭേദഗതി എന്നറിയപ്പെടുന്നു. അതായത് ഈ 42 ഭേദഗതി പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറു ഭരണഘടന എന്നും 42 ഭേദഗതിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് തവണ PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു പോയിന്റും മിസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചത് കൊണ്ട് ഉപയോഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്